വൈകുന്നേരമായപ്പം ചായ കുടിക്കാൻ ചെറിയൊരു കൊതി, അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ചായ ഞാൻ യൂഷ്വലി കുടിക്കാറില്ല, പക്ഷെ സ്നാക്സ് അത്യാവശ്യം കഴിക്കലുണ്ട്. ഇപ്രാവശ്യം ഞങ്ങളൊരു വെറൈറ്റിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാട്ട് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. സാധാരണ സ്നാക്സൊക്കെ അല്ലേ കഴിക്കാൻ പോകാം, ഇപ്രാവശ്യം നമുക്ക് ചാട്ട് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇത് അസീസിയയിലുള്ളൊരു ഷോപ്പാണ്. ഈ ഭാഗത്ത് കുറേ നമുക്ക് ഇങ്ങനെ ചാട്ട് കിട്ടുന്ന ഷോപ്പുണ്ട്. ഇതിൽ നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ച് പരിചയം ഉണ്ടായതുകൊണ്ട് ആ ഷോപ്പിൽ തന്നെ കയറി. അല്ലാണ്ട് എക്സ്പെരിമെൻ്റ് ഒന്നും നടത്താൻ വേണ്ടിയിട്ട് പോയില്ല. ഇവിടെ കുറേ സ്വീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ പൊതുവേ അങ്ങനെ ഭയങ്കരമായിട്ട് സ്വീറ്റ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ചാട്ടിലേക്ക് തന്നെ നേരെ ഇറങ്ങി. ലീൻ എംലിൻ, അതിൻ്റെ ഇടയിൽ ലീന് പേര് പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തി. നമ്മൾ പാവ് ഭാജി, ദഹി പൂരി ആൻഡ് സമോസ ചാട്ട്, ഇത് മൂന്നായിന് പറഞ്ഞിട്ടുണ്ടായിന്. നമ്മൾ ഈ 2 പേരുണ്ടായതുകൊണ്ടാണ് ഇത്ര പറഞ്ഞത്. ലീനുവിന് ഇത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ദഹി പൂരി കഴിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പാനിപ്പൂരി, ദഹിപ്പൂരി ഇങ്ങനത്തെയൊക്കെ നല്ലോണം ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെയൊക്കെ നല്ല വൃത്തിക്ക് കഴിക്കലുണ്ട്. അങ്ങനെ ഇത് ഫസ്റ്റ് തന്നെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ പാവ് ഭാജിൻ്റെ കൂടെ എന്തൊരു കൈൻഡ് ഓഫ് അച്ചാറുണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റായിട്ടാണ് കേട്ടോ പാവ് ഭാജീൻ്റെ കൂടെ അച്ചാറൊക്കെ കാണുന്നത്. ചിലപ്പോൾ സെർവ് ചെയ്യുന്നുണ്ടാവും, ഞാൻ കഴിച്ചിടത്തൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ വൃത്തിക്ക് കഴിച്ചു. എനിക്ക് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ മോള് നല്ല അലമ്പേനി. അവൾക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ആകെ ബോറടിച്ചിട്ട് അവൾ ആകെ എന്തെല്ലോ കളിക്കുന്നേ അവിടെ നിന്നിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ വേഗം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഇറങ്ങിയിട്ട് എനിക്ക് നേരെ കുറച്ച് പാത്രങ്ങൾ എടുക്കാൻ പോകാനുണ്ട്, കാരണം എൻ്റെ വീട്ടിൽ കുറേ ഓർഗനൈസേഴ്സ് എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു. അപ്പം അതിന് പകരം റീസ്റ്റോർ ചെയ്യാൻ എനിക്ക് പാത്രങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. ആദ്യം ഞാൻ 5 റിയാൽ ഷോപ്പിലാണ് പോയത്. അവിടെ നിന്ന് എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല. അവിടെ നിന്ന് എനിക്ക് ആകെ 2-3 കിട്ടിയുള്ളൂ. ഇഷ്ടപ്പെട്ടത് കിട്ടാത്തല്ല, ഞാൻ ഉദ്ദേശിച്ച സൈസ് എനിക്ക് കിട്ടിയില്ല. ബാക്കി നല്ല പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് യാബലാഷിൽ പോയി. ഇവിടെ എനിക്ക് എന്തായാലും കിട്ടുന്ന ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ പോയ പാടന്നെ എനിക്ക് 3 പൊട്ടുന്ന കണ്ടെയ്നേഴ്സ് കിട്ടി. ഇതെനിക്ക് ആവശ്യമുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ അതാദ്യം 3 എടുത്തു, കാരണം പെട്ടെന്ന് പൊട്ടുകയാണെങ്കിൽ അടുത്ത് വാങ്ങിക്കുക, അതുവരെ ഇത് ഓടാന്നുള്ള രീതിയിൽ. കാരണം ഞാൻ പൊട്ടുന്ന അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ പിന്നെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങളും എടുത്ത് ആൻഡ് ടേബിളിന് ഒരു മാറ്റും എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.